ഈ പുതിയ ദിവസത്തിനായി നന്ദി പറയുന്നു. എൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. എൻ്റെ എല്ലാ സമൃദ്ധികൾക്കുമായി നന്ദി. ശ്രേഷ്ഠമായ ആരോഗ്യത്തിനായി നന്ദി. എന്നിലെ ഊർജത്തിനായി നന്ദി. എന്നിലെ ജ്ഞാനത്തിനായി നന്ദി. എന്നിലേക്കുള്ള അനുഗ്രഹങ്ങളുടെ ഒഴുക്കിനായി നന്ദി. എന്നിലേക്കുള്ള സമൃദ്ധമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒഴുക്കിനായി നന്ദി. എന്നിൽ വ്യാപരിക്കുന്ന ജീവനായി നന്ദി. എന്നിലെ വിജയത്തിനായി നന്ദി. എനിക്ക് നൽകിയ കുടുംബത്തിനും സകല സൽബന്ധങ്ങൾക്കും വേണ്ടി നന്ദി. ജീവന്റെ പ്രകാശം എന്നിലും സകലരിലും സകല ലോകത്തിലും വ്യാപരിക്കട്ടെ. എന്നിൽ ജീവൻ തുളുമ്പുന്ന പരിവർത്തനത്തിനായി എന്നെ ഞാൻ പ്രപഞ്ചശക്തിയുടെ ഭദ്രമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ വൈകാരിക മണ്ഡലങ്ങളും ജ്ഞാനത്താൽ പൂർണ്ണത പ്രാപിക്കട്ടെ. അല്ലാഫിയ. വെൽക്കം ടു പരിവർത്തന. ശരീരം, മനസ്സ്, ആത്മാവ് അഥവാ ജീവൻ എന്നിവ ചേർന്ന മഹാ അത്ഭുതമാണ് നമ്മൾ. നമ്മിലെ ജീവസമ്പത്തിന് നമ്മിലും നമ്മുടെ ജീവിതത്തിലും അതിശയകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ ജീവസമ്പത്ത് നമ്മിലെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലുമൊക്കെയും അത് കൂടിയിരിക്കുന്നു. ആ ശ്രേഷ്ഠമായ ജീവസമ്പത്തിനെ നമ്മിലെ സകല മേഖലകളിലേക്കും അയച്ചുകൊണ്ട് നമ്മൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും നമ്മുടെ സകല മേഖലകളിലും ജീവൻ നിറഞ്ഞ അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി അല്ലാഫിയ. വെൽക്കം ടു പരിവർത്തന, ദ വേ ടു എറ്റേണൽ ഹാപ്പിനെസ്. പരിവർത്തനയുടെ ആദ്യത്തെ സത്രയായ ശ്വാസസത്രയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജീവസമ്പത്തായ ഊർജത്തെ മനസ്സറിഞ്ഞ് നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ കൂടി അകത്തേക്കെടുത്ത് ശരീരത്തിൽ ജീവൻ നിക്ഷേപിക്കുകയും ശരീരത്തിലെ എല്ലാ മലിനതകളെയും ഇതേ ഊർജം കൊണ്ട് പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്ന സത്രയാണ് ശ്വാസസത്ര. ഈ പ്രവണത നിങ്ങളിൽ പുനർജീവൻ പ്രദാനം ചെയ്യുന്നു. ശ്വാസസത്രയിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടിരിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ നട്ടെല്ല് നിവർത്തിയിരുന്നതിന് ശേഷം ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ശ്വാസസത്ര പൂർത്തിയാക്കുക. ശ്വാസമകത്തേക്കെടുത്ത് 5 സെക്കൻഡുകൾ ഹോൾഡ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ആ സമയം നിങ്ങളുടെ ശരീരത്തിൽ ഊർജം നിറയുകയും നിങ്ങളുടെ മലിനതകൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. നിവർന്നിരുന്നതിന് ശേഷം കണ്ണുകൾ രണ്ടും അടയ്ക്കാം. ശ്രദ്ധിക്കാം. ഇൻഹെയിൽ, hold 1 2 3 4 5. exhale. നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ഊർജം കയറുകയും നിങ്ങളുടെ ശരീരത്തിലുള്ള മലിനതകൾ പുറത്തു പോകുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇൻഹെയിൽ, hold 1 2 3 4 5. exhale. നിങ്ങൾ കുറച്ചുകൂടി ഊർജത്തെ നിങ്ങളുടെ അകത്തേക്ക് എടുക്കുകയും നിങ്ങളുടെ മലിനതകളെ പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇൻഹെയിൽ, hold
1, 2, 3, 4, 5. Exhale. നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് മുഴുവൻ, നിങ്ങളുടെ മനസ്സിനകത്തേക്ക് മുഴുവൻ ഊർജം കുടിയേറി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇൻഹെയിൽ, ഹോൾഡ്, 1, 2, 3, 4, 5. എക്സ്ഹെയിൽ. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ മലിനതകളും മുഴുവനായും പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇൻഹെയിൽ, ഹോൾഡ്, 1, 2, 3, 4, 5. എക്സ്ഹെയിൽ. ഇപ്പോൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും എല്ലാ ഇറിറ്റേഷൻസും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അകന്നു മാറിയിരിക്കുന്നു. നിങ്ങളകത്തേക്കെടുത്ത ശ്വാസത്തിൻ്റെ ഊർജം നിങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിച്ചിരിക്കുന്നു. പതിയെ കണ്ണുകൾ തുറക്കാം. അടുത്ത സത്രയിലേക്ക് കടക്കാം. ശരീരസത്രയിലേക്ക് സ്വാഗതം. ശരീരസത്ര എന്നത് ജീവസമ്പത്തായ ഊർജത്തിന് ശരീരത്തിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നതിനായി നമ്മൾ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു ചലനമാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ചലിപ്പിക്കുമ്പോഴും മനസ്സിൽ തിരിച്ചറിയുക, ഊർജം നിങ്ങളിലെ സിരകളിൽ കൂടി സഞ്ചരിച്ച് നിങ്ങളെ ഉന്മേഷമുള്ളവരും ആരോഗ്യമുള്ളവരുമാക്കി മാറ്റുന്നു. ശരീരസത്രയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങൾക്ക് അവിടെ എന്ത് നിർദ്ദേശമാണോ കാണിച്ചു തരുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുക. ശ്രദ്ധിക്കുക, ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഊർജം നിങ്ങളെ പുനർജീവിപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വേണം നിങ്ങൾ ഈ ശരീരസത്ര പൂർത്തിയാക്കുവാൻ. നമ്മളിന്ന് ആദ്യം കൊടുക്കാൻ പോകുന്നത് കാലിന് വേണ്ടിയുള്ള ചലനമാണ്. കാലിൽ നിന്നാണ് ശരിക്ക് എനർജി നമ്മുടെ ശരീരത്തിനകത്തേക്ക് ശക്തമായി വ്യാപരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് കാല് നിലത്ത് ചവിട്ടുന്ന 8 സ്റ്റെപ്പുകളാണ്. ആ 8 സ്റ്റെപ്പ് നമ്മൾ 4 തവണ ചെയ്യുന്നു. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ തുടങ്ങുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. നന്നായിട്ടൊന്ന് റിലാക്സ് ആവുക. നിങ്ങളുടെ അകത്തേക്ക് വരുന്ന ഊർജപ്രവാഹത്തെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക. അടുത്ത സെഷൻ കൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഇങ്ങനെ 4 തവണ. ഇത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ചെയ്യുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Inhale and exhale. Inhale and exhale. ഇതേ സെറ്റ് നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. 1,
2, 3, 4, 5, 6, 7, 8. ഇൻഹെയിൽ, ഊർജ്ജമകത്തേക്ക് കയറി. എക്സേൽ. അടുത്തതായി നമ്മൾ കൊടുക്കുന്നത് ഹിപ്പിന് വേണ്ടിയുള്ള എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 8 എണ്ണം വീതമുള്ള 3 സെറ്റാണ് ചെയ്യുന്നത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക. ഓക്കെ, തുടങ്ങാം. 1, 2, 3, 4, 5, 6, 7, 8. Inhale, exhale. Inhale, exhale. ഒരിക്കൽ കൂടി. 1, 2, 3, 4, 5, 6, 7, 8. Inhale, exhale. Inhale, exhale. ഒന്നുകൂടെ. 1, 2, 3, 4, 5, 6, 7, 8. Inhale, exhale. Inhale, exhale. അടുത്തതായി നമ്മൾ കഴുത്തിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, കഴുത്തിലാണ് നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുടെ ഭാരങ്ങൾ വന്നടിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുത്തിലേക്ക് ഊർജ്ജപ്രവാഹം ചെയ്ത് നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പെയിനും നീർക്കെട്ട് മാറുക മാത്രമല്ല, നമ്മൾ ടോട്ടലി റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. 1, 1, 2, 2, 3, 3, 4, 4, 5, 5 എന്നിങ്ങനെയുള്ള 3 സെറ്റാണ് വരുന്നത്. സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കുക. 1, 1, 2, 2. ഇങ്ങനെ നമ്മൾ 5 സെറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, റെഡി? 3 സ്റ്റാർട്ട്. 1, 1, 2, 2, 3, 3, 4, 4, 5, 5. Inhale and exhale. Inhale and exhale. ഒരിക്കൽ കൂടി. 1, 1, 2, 2, 3, 3, 4, 4, 5, 5. Inhale and exhale. Inhale and exhale. ഒരിക്കൽ കൂടി. 1, 1, 2, 2, 3, 3, 4, 4, 5, 5. Inhale and exhale. Inhale and exhale. ഇന്നത്തെ ദിവസം ഇത്രയും മതി ശരീരസത്രയിൽ. അടുത്ത ദിവസങ്ങളിൽ 4 5 ദിവസം കൂടുമ്പോൾ പതിയെ പതിയെ പുതിയ മൂവ്മെൻറ്റ്സിനെ നമുക്ക് ശരീരസത്രയിൽ ആഡ് ചെയ്യാം. ചിത്തസത്രയിലേക്ക് സ്വാഗതം. നിങ്ങളിലെ സർവ്വ ഉയർച്ചയുടെയും രഹസ്യ അറ എന്നത് നിങ്ങളുടെ ചിത്തം അഥവാ മനസ്സ് ആണ്. അധൈര്യം കൊണ്ടും ഭയം കൊണ്ടും അജ്ഞത കൊണ്ടും നിറഞ്ഞിരിക്കുന്ന മനസ്സിലേക്ക്
ജീവസമ്പത്തായ ഊർജത്തെ കടത്തിവിട്ട് നിങ്ങളിലെ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തെ പണിതെടുക്കുന്നതിനായി ചിത്തസത്രയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വളരെ നല്ല രീതിയിൽ ചലിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. ഈ വരുന്ന കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഒരു സോഷ്യൽ വർക്കറായിട്ട് മാറാൻ പോവുകയാണ്. ഒരു ദേശത്തിൻ്റെ പ്രശ്നത്തെ കേട്ട് വ്യക്തമായി അതൊരു ദേശത്തിൻ്റെയോ ഒരു ഭവനത്തിനകത്ത് ഏതെങ്കിലും ഒരു അവസ്ഥയിലും ഇരിക്കുന്ന ആരുടെയെങ്കിലുമോ വിഷയത്തെ നിങ്ങൾ കേട്ട് നിങ്ങൾ ചെന്ന് കാണേണ്ടവരെ കണ്ട് ആ വ്യക്തികൾക്ക് നിങ്ങൾ സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഷ്വൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിക്കുക. അവർ ഒടുവിൽ നിങ്ങളുടെ മുമ്പിൽ 2 കൈയുമെടുത്ത് തൊഴുത് നിങ്ങളോട് നന്ദി പറയുന്ന ആ ഒരു സീൻ വരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിച്ചു കൊണ്ടെത്തിക്കുക. ചിത്തസത്ര പൂർത്തിയാകുമ്പോൾ നിങ്ങളിൽ ഒരാവേശവും ഒരു ധൈര്യവും ഒരു അധികാരവും ഒരു ഭയത്തെ കീറി മുറിക്കുന്ന ഒരു ശക്തിയും നിങ്ങളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷകരമായി നല്ലൊരു ശ്വാസമകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുക. അടുത്ത സത്രയിലേക്ക് നമുക്ക് കടക്കാം. പസാധി സത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരത്തിനും മനസ്സിനും തമ്മിൽ ഒരു രഹസ്യ ഭാഷയുണ്ട്. ഈ വിശ്രമവേളയിൽ ശരീരവും മനസ്സും വിശ്രമിക്കുമ്പോൾ ആ ഊർജത്തിൻ്റെ ചൈതന്യം നിങ്ങൾക്കകത്തേക്ക് വന്നിറങ്ങുമ്പോൾ നിങ്ങളറിയാതെ ആ ഭാഷ അവിടെ ഉടലെടുക്കും. ശരീരവും മനസ്സും ആ ദിവ്യ ചൈതന്യവും കൂടി ചേർന്നുള്ളൊരു ഭാഷ നിങ്ങളെ മറ്റൊരു ശക്തിയുള്ള വ്യക്തിത്വമാക്കി മാറ്റുന്ന ഭാഷ, നിങ്ങൾക്കുള്ളിൽ ആത്മവിശ്വാസത്തെ കൊണ്ടിടുന്ന ഒരു ഭാഷ, നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികളോട് എതിർത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഭാഷ. പസാധി സത്രയിലേക്ക് ആ ഊർജ ചൈതന്യത്തെ മാത്രം നോക്കി ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കാം.
കണ്ണുകൾ മെല്ലെ തുറക്കുക. മുഖത്ത് പുഞ്ചിരി വിടർത്തുക. നിങ്ങളുടെ വലത് കൈയെടുത്ത് നിങ്ങളുടെ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് പറയുക, ഞാൻ പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും ശക്തിപ്പെട്ടിരിക്കുന്നു. എന്നിലുള്ള എല്ലാ ഭാരങ്ങളും എന്നെ വിട്ടൊഴിഞ്ഞു മാറിയിരിക്കുന്നു. ഞാൻ എപ്പോഴും സന്തോഷത്തിന് ഉടമയായിരിക്കുന്നു. എന്നിൽ നിന്ന് സമാധാനം പുറപ്പെട്ടൊഴുകുന്നു. ഞാൻ കാല് ചവിട്ടുന്ന ദേശമൊക്കെയും എന്നിലെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നു. ഞാൻ പൂർണ്ണമായും സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ പസാധി സത്ര ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത സത്രയിലേക്ക് കടക്കാം. ഊർജ സത്രയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ശരീരം മാത്രമല്ലെന്നും നമ്മൾ മനസ്സ് മാത്രമല്ലെന്നും ശരീരവും മനസ്സും മാത്രം ചേർന്നതല്ല എന്നും ശരീരത്തെക്കാളും മനസ്സിനേക്കാളും ശ്രേഷ്ഠമായ പ്രപഞ്ച ജീവനായ ഊർജമാണ് നമ്മളെന്നും തിരിച്ചറിയുക. ശരീരത്തിനും മനസ്സിനും ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ ഏറെ ഇരട്ടി മടങ്ങ് പ്രവർത്തനങ്ങൾ നമ്മിൽ സജ്ജമാക്കാൻ കഴിയുന്ന ജീവൻ്റെ ഊർജമെന്ന നാം ഓരോരുത്തരും ഈ ജീവാത്മ ഊർജം നമ്മിൽ നിറച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ഊർജത്തിൽ ലയിക്കുന്ന ഒരു സമയമാണ് ഊർജസത്ര. മാനുഷിക വൈകാരിക തലത്തിൽ നിന്നും ഒരു ശ്രേഷ്ഠമായ തലത്തിലേക്കുള്ള സഞ്ചാരപഥമായ ഊർജസത്രയിലേക്ക് നമുക്ക് കടക്കാം. ഊർജസത്രയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഓംകാരം അഥവാ എന്ന ശബ്ദത്തെ 21 തവണ നമ്മൾ ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഹീലിംഗ് മന്ത്ര തരുന്നതായിരിക്കും. ആ ഹീലിംഗ് മന്ത്ര 7 തവണ നിങ്ങൾ പറയുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ പിന്നിൽ കേൾക്കുന്ന ഓംകാരനാദം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു സഹായകരമായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന ലെങ്ത് മാത്രം എടുത്താൽ മതി. ഓരോ നാദത്തിൻ്റെ ഇടയിലും നിങ്ങൾക്ക് കൂടുതൽ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നിങ്ങൾ സ്വസ്ഥമായി നിങ്ങളിലെ ഊർജത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത നാദം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ശ്വാസത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യുക. ഓം തന്നെ വേണമെന്നില്ല. എന്ന നിങ്ങളുടെ ശരീരത്തിലും തലയ്ക്കകത്തും മുഴങ്ങുന്ന ആ വൈബ്രേഷനെ നിങ്ങൾ ചൊല്ലിയാലും മതിയാകും. നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സിനും അപ്പുറം നിങ്ങൾ മറ്റൊരു ഊർജത്തിൻ്റെ വെളിച്ചമായി മാറുന്നത് കണ്ടുവേണം നിങ്ങളിത് ചൊല്ലാൻ. നമുക്ക് ആരംഭിക്കാം.
ഹീലിംഗ് മന്ത്ര ഉരുവിട്ടോളൂ. ഇന്നത്തെ ഹീലിംഗ് മന്ത്ര ഇതാണ്: ഞാൻ പൂർണ്ണ ഊർജത്തിൻ്റെ ശക്തി വലയത്തിനകത്താകുന്നു. എന്നെ തകർക്കാൻ ഒന്നിനും സാധിക്കുകയില്ല. 3 തവണ പറഞ്ഞോളൂ.
പരിവർത്തനയുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ 5 സെഷൻസ്, 5 സത്രാസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ശക്തിയും ധൈര്യവും ബലവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങളും കാത്തിരുന്ന് കാണുക. ഹാപ്പി ആയിട്ടിരിക്കുക, ഉറപ്പോടുകൂടിയിരിക്കുക, വിശ്വസ്തയോടുകൂടിയിരിക്കുക, നന്ദിയോടുകൂടിയിരിക്കുക. അല്ലാഫിയ.